ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ സലീം താത്തയെ പറ്റി നമ്മൾ ഇതിൻ്റെ മുന്നേ 2-3 വീഡിയോ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് യുവജനോത്സവ വേദികളിൽ മാത്രം തളക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മോണോ ആക്ട്. ആ മോണോ ആക്ട് അതും നമ്മുടെ കൊമ്പങ്കാട് കോയയും കുഞ്ഞാപ്പുമായി നമ്മുടെ മുന്നിൽ ആട്ടി വിലസിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം സലീം താത്ത. സലീം താത്തയുടെ അത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് സ്വീകാര്യമാവുകയാണ്. തീർച്ചയായിട്ടും അത്തരം എളിമയും അതുപോലെ തന്നെ പച്ച കലർന്ന ചില കോമഡി രംഗങ്ങളുമായി നമ്മുടെ സലീം താത്ത നമ്മുടെ മുന്നിൽ നിറഞ്ഞാടുകയാണ്. തീർച്ചയായിട്ടും ആ വീഡിയോയിലെ നർമ്മരസമുള്ള ഏതാനും ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി നമ്മൾ സലീം താത്തയുടെ മോണാക്റ്റിലേക്ക് കുഞ്ഞാപ്പോ ഇവിടെ വാടാ. അല്ല, നിങ്ങൾ കുഞ്ഞാപ്പിനെ കണ്ടോ? കുഞ്ഞാപ്പ് ഊട്ടിക്ക് പോയിട്ടുണ്ട്, പാർക്കിലുണ്ട്. ഒരു കുടല് ഞാൻ എടുക്കും. അതിന്റെ കുടലാണ്, ഇക്കടെ കുടലല്ല. മനസ്സിലായോ? എടാ കുഞ്ഞാപ്പോ, അതിനോട് റേഷൻ പിടിക്ക് പോകാൻ പറഞ്ഞാല് നീ എന്താണ് കുട്ടികളെ ഇവിടെ കളിക്കുന്നത്? ഇപ്പച്ചി അവിടൊക്കെ ഒരു സാധനം അതാ ഇപ്പച്ചിയെ അതെ ബാപ്പയുടെ അതൊക്കെ ബാപ്പയുടെ എന്തിനാണ് കുഞ്ഞാപ്പനെങ്ങനെ വഴക്ക് പറയുന്നേ? കോയ, ഈ കൊമ്പങ്കാട് കോയ, കൊമ്പങ്കാട് കോയ സൈന, കൊമ്പങ്കാട് കോയ സൈന. എല്ലാ ഇപ്പച്ചി എനിക്ക് ഒരു സമാധാനം എനിക്ക് തരുമോ? എന്താണ് എനിക്ക് സമാധാനത്തിന് കുറവ്? എന്തിന്റെ കേടാ എനിക്ക്? ഒരു വേഷം പിടിക്ക് പോവാൻ ഇവിടെ ആളുണ്ടോ? നീ ഒരു മകനായിട്ട് എന്താ ജനിച്ചിട്ട് കാര്യം? എല്ലപ്പച്ചിയെ ഞാനും എടുക്കുന്നു. എല്ലപ്പച്ചിയെ ഞാനും എടുക്ക് കളിക്കാൻ വന്നതാണ്. എല്ലാരും താളത്തൊക്കെ ശ്രമിക്കൊടുക്കും. ഒരൊറ്റ ചാട്ട കോയനെ കോയ സൈന 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 തേച്ചിട്ട് പോയത്. കൊമ്പങ്കാട് കോഴ തെങ്ങുമ്പോ തേങ്ങ ഉണ്ട്, പക്ഷെ കുലുങ്ങണില്ല. തേങ്ങക്കേ കുലുങ്ങാത്ത തേങ്ങ. ഈ കൊമ്പങ്കാട് കോഴയുടെ തെങ്ങുമ്പോ കേറാൻ ഇവിടെ ആരില്ല. എന്താ കോയാക്ക ഇത്? തെങ്ങുമ്പോ കേറാൻ കോഴയുടെ കൊമ്പങ്കാട് കോയക്ക് ഇവിടെ ആളില്ല. എത്ര എന്റെ പച്ചയെ ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ കുട്ടിക്കല് ഇപ്പച്ചിയുടെ വക എന്താ എനിക്ക് തരുന്നത്? അപ്പൊ ഓൾ പറയാ എനിക്ക് എല്ലാരിക്കായും ഭയങ്കരതുമാണ് ഇപ്പച്ചി. ഞാൻ ഇപ്പച്ചിയുടെ കുട്ടി, ഞാൻ അപ്പച്ചന്റെ കുട്ടിക്ക് വാങ്ങിത്തരാ. സബൂർ കരോ സബൂർ കരോ സബൂറാവ. കൊടിക്കൽ ഇനിയും ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കുഞ്ഞാപ്പൂനോട് എന്താ പറഞ്ഞിട്ടുണ്ട? കുഞ്ഞാപ്പു കുട്ടിക്ക് എന്താ കൊണ്ടുവരാൻ? എടാ കുഞ്ഞാപ്പോ, നീ കുട്ടിക്ക് കൊണ്ടുവരുന്ന ടിക്കറോട് പോയിട്ട് എന്താക്കി കൊണ്ടുവരുന്നത്? ആ എന്റെ അപ്പച്ചിയെ ഞാനൊരു പെണ്ണിനെ കണ്ടെത്തി. എന്താ പെണ്ണിന്റെ പേര്? സൈന. സൈനെ? അത് നിന്റെ അമ്മച്ചിയല്ലടാ കുഞ്ഞാപ്പോ. അങ്ങോട്ട് പൊട്ടിച്ചില്ലേ കുഞ്ഞാപ്പു അടന്നിട്ട് അവിടെ പോയി പറഞ്ഞു. പൊന്നു മക്കളെ, നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടോ? കോമഡി ഇഷ്ടപ്പെട്ടോ? കുഞ്ഞാപ്പു അവിടെ പോയി മറിഞ്ഞു. അപ്പൊ മോള് വന്നിട്ട് എന്റെ പെച്ചിയെ എന്റെ മയക്കം സെറ്റ് കാണാനില്ല പെച്ചിയെ. അപ്പൊ കുഞ്ഞാപ്പു എടെ കുഞ്ഞാപ്പു ഇവിടെ വന്നാളാ. ഇന്റെ മോളെ മൈക്കം സെറ്റ് എവിടെത്തി കൊണ്ടായിട്ടിക്കണത് ഒന്നാണ്. അപ്പൊ കുഞ്ഞാപ്പ് അറിയും ഞാൻ എടുത്തിട്ടില്ല പച്ചേ, ഞാനത് കണ്ടിട്ടുമില്ല. പണ്ട് കാലങ്ങളിൽ സിനിമകളൊക്കെ കണ്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും ആ സിനിമകളിലെ കോമഡി രംഗങ്ങളും അതുപോലെ തന്നെ മോണാക്ട് രംഗങ്ങളും മിമിക്രി രംഗങ്ങളും എല്ലാം തന്നെ കുട്ടികളും പൊതുജനങ്ങളും എല്ലാം തന്നെ മറ്റും
അനുകരിക്കുകയും അതുപോലെ തന്നെ അതിൽ ഒരുപാട് ആസ്വാദനം കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ മിമിക്രിയും മോണോക്റ്റും എല്ലാം തന്നെ ഇന്ന് കുട്ടികളുടെ ഒരു യുവജനോത്സവ വേദികളിൽ മാത്രമേ ഇന്ന് പോയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഇപ്പോൾ നല്ല മിമിക്രിയോ മോണോക്റ്റോ ഒന്നും തന്നെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇത്തരം രംഗങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ സോഷ്യൽ മീഡിയകളിൽ ചെന്നാൽ മാത്രമേ ചില നർമ്മ രംഗങ്ങളും അതുപോലെ തന്നെ സെലിൻ താത്ത ചെയ്യുന്നത് പോലുള്ള ചില വീഡിയോകളും മാത്രമേ നമുക്ക് ഇപ്പോൾ വിരൽ എണ്ണിയാൽ കാണാവുന്നത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പ്രശംസ അർഹിക്കുന്നു. കാരണം ചില ആൾക്കാർ മോശം കമൻറ്റുകൾ ഇതിൻ്റെ താഴെ വന്ന് ഇടുന്നു എങ്കിലും തീർച്ചയായിട്ടും അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ സെലിൻ താത്ത പൊതുജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ, അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ, അദ്ദേഹത്തിൻ്റെ ചാനൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കാണേണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ച് പോകാം എന്ന് മാത്രമേ സെലിൻ താത്ത പറഞ്ഞതുപോലെ നമുക്കും പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇത്തരം നല്ല കഴിവുകളുള്ള ഒരുപാട് കലാകാരന്മാരും ഒരുപാട് കലാകാരികളും ഇന്ന് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും അറിയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയാണ്. ഈ സോഷ്യൽ മീഡിയ ഇന്ന് ഒട്ടനവധി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാണ് പാവപ്പെട്ടവരുടെ എല്ലാ വീടുകളിലേക്കും എത്തിച്ചേരാനും വേണ്ടി ഇന്ന് സോഷ്യൽ മീഡിയക്ക് പ്ലാറ്റ്ഫോമിന് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നല്ല നല്ല കലാകാരികൾക്കും അതുപോലെ തന്നെ മറ്റ് കലാകാരന്മാർക്കും എല്ലാം തന്നെ ഇന്ന് സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി വരെ സാധിക്കുന്നത് ഈ ഒരു രംഗം ഉപയോഗപ്പെടുത്തിയാണ്. പണ്ട് കാലങ്ങളിൽ മിമിക്രിയിലും മോണാക്റ്റിലും കൂടിയായിരുന്നു നിങ്ങൾക്കറിയാം ജയറാം ആയാലും അതുപോലെ തന്നെ കലാമണി ആയാലും അതുപോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ എല്ലാവരും തന്നെ മിമിക്രി മോണാക്റ്റ് രംഗത്ത് കൂടിയാണ് സിനിമയിലേക്ക് പ്രവേശിച്ചത്. ഇന്ന് ഈ ഒരു കല അന്യം നിന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് ഒരു തോന്നലുണ്ടാകുന്നത്. തീർച്ചയായിട്ടും ആ കലാരൂപ ശക്തിയോടെ തിരിച്ചു വരട്ടെ. ഇനിയും നല്ല നല്ല ഒരുപാട് മോണോആക്ട് മിമിക്രി കാണാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.